ഇതാ സ്വപ്നം. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൻ്റെ അന്ന് പള്ളികളിലും മദ്രസകളിലും 11 പ്രാവശ്യം ജയ് ശ്രീരാം എന്ന് വിളിക്കണം. ഇതാ ഇപ്പം വിളിച്ച ഇന്ന് മുതലേ തുടങ്ങണോ വിളി? പറഞ്ഞാൽ മതി. മതേതര ഇന്ത്യയിൽ എന്തൊക്കെ വിളിക്കണം എന്തൊക്കെ വിളിക്കണ്ട എന്ന് ഓരോ പൗരനും അറിയാം. അവരെന്ത് വിളിക്കണം എന്ത് വിളിക്കണ്ടാന്ന് തീരുമാനിക്കുന്നത് വേറൊരു പൗരനുമല്ല. അതാദ്യം അറിയില്ലെങ്കിൽ ഭരണഘടന എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. പിന്നെ ഹിന്ദു രാഷ്ട്രമാക്കാനുള്ള നിഗൂഢമായ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുകയെങ്കിൽ അല്ല, നമ്മളിവിടെ അസ്രായേലിനെയും അതുപോലെ ദജ്ജാലൊക്കെ വരുന്നതൊക്കെ നമ്മൾ കാത്തിരിക്കുന്നവരാണ്. എന്നിട്ടൊന്നും പേടിച്ചിട്ടില്ല. ഖബറിലെത്തിയാൽ അവിടെ നമുക്ക് വേണ്ടിയിട്ടൊരു പള്ളിപ്പറമ്പിൽ ഒരു കുഴി അവിടെ റെഡിയാണ്. എപ്പോഴാണ് അസ്രായേൽ വരുന്നത് അതിന് ശേഷം പോയി കിടക്കാനുള്ള സ്ഥലമാണ്. ഖബറിലൊരു ജീവിതമുണ്ടെന്നും അത് കഴിഞ്ഞിട്ടൊരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. നമ്മളിതൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല പൊന്നാശാന. നമ്മളിതാ മുട്ടുകാലിങ്ങനെ വിറച്ചു പോയി. ഒരു പള്ളിയിലുമല്ല, ഒരു മദർസയിലും, ഒരു വീട്ടിലും വിളിക്കാൻ പോകുന്നില്ല. വിളിക്കുന്നവർ വിളിച്ചോട്ടെ, അത് അവരെ മതപ്രകാരം. അല്ലാതെ നീ ഇന്ന് വിളിക്കണം എന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, എല്ലാ അമ്പലങ്ങളിലും 5 നേരം ബാങ്ക് വിളിക്കുമോ? എൻ്റെ ഒരു അഭ്യർത്ഥന മാനിച്ചിട്ട് പറ്റൂല. അതാണ് ഓരോരോ മതങ്ങൾക്കും ഓരോരോ വിശ്വാസങ്ങൾക്കും അതിൻ്റേതായ നിലപാടുകളും അതിൻ്റേതായ വിശ്വാസങ്ങളുണ്ട്. അത് വെച്ച് പോകുന്നതാണ് മതേതര ഇന്ത്യയിൽ. ആ മതേതരം തകർക്കാൻ നോക്കല്ല കേട്ടോ സംഗീ.